കാർഷിക വാർത്തകൾ. അഗ്രി ന്യൂസ് പ്രസന്റഡ് ബൈ കയർഫെഡ് ഓണം പൊന്നോണം. ഏവർക്കും കയർഫെഡിന്റെ ഓണാശംസകൾ. തുടർച്ചയായ വിലയിടിവിന് പിന്നാലെ ദുരിതത്തിലായി റബ്ബർ കർഷകർ. വിലയുയരാത്തത് കർഷകർക്ക് ഇരട്ടി പ്രഹരമാകുകയാണ്. 180 മുതൽ 190 രൂപ വരെയാണ് റബ്ബറിൻ്റെ വിപണി വില. ഈ വർഷം ജൂലൈയിൽ 214 രൂപ വരെ വ്യാപാരം നടന്ന ശേഷമാണ് റബ്ബറിന് പതനം തുടങ്ങിയത്. തുടർച്ചയായി 24 രൂപയാണ് കൃഷിക്കാർക്ക് നഷ്ടമായത്. കൊച്ചി, കോട്ടയം മാർക്കറ്റുകളിൽ RSS4 റബ്ബറിന് 191 രൂപയും RSS5 188 രൂപയും ലാറ്റക്സ് 132 രൂപയുമാണ് വില. അമേരിക്കയുടെ പകരച്ചുങ്കത്തിൽ ചൈനീസ് ഏജൻസികൾ വിപണിയിൽ നിന്നും വിട്ടുനിന്നാണ് ആഗോള വിപണിയെ തുലച്ചത്. ബാങ്കോങ്ങിൽ വില 188 രൂപയെ താഴ്ന്നു. ഇന്ത്യയിൽ ടയർ കമ്പനികൾ ചരക്കെടുപ്പിൽ നിന്നും തന്ത്രപരമായി വിട്ടുനിൽക്കൽ നടത്തിയതോടെ വില താഴാൻ തുടങ്ങി. ചുങ്കം തന്നെയാണ് ഇന്ത്യൻ ടയർ കമ്പനികളും കാരണമായി പറഞ്ഞത്. ട്രംപിന്റെ നീക്കം നിരീക്ഷിക്കുകയാണെന്നും വിപണി ചലനത്തിന് ആനുപാതികമായി ചരക്കെടുപ്പ് നടത്തുമെന്നുമാണ് അവരുടെ പക്ഷം. ജൂലൈയിൽ 214 രൂപ വരെ വില വന്നതോടെ കൃഷിക്കാർ ഓണക്കാലത്തേക്ക് മികച്ച നേട്ടം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ നിരാശ തുടരുകയായിരുന്നു. വിപണിയിലെ ചാഞ്ചാട്ടം കണ്ട് ചരക്ക് കിട്ടിയ വിലയ്ക്ക് കൊടുക്കേണ്ടതില്ലെന്നാണ് ഉൽപ്പാദക സംഘങ്ങളുടെ നിലപാട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓണക്കാലത്ത് തേങ്ങയ്ക്ക് ആവശ്യകത കൂടിയതോടെ വില വീണ്ടും ഉയരുന്നു. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി കുത്തനെ ഇടിഞ്ഞിരുന്ന തേങ്ങ വില കർഷകർക്ക് ആശ്വാസം നൽകുന്ന വിധം ഉയരുകയാണ്. ഓഗസ്റ്റ് പകുതിയോടെ കർഷകർക്ക് കിലോഗ്രാമിന് ശരാശരി 50 രൂപ വരെ മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ഇത് 57 രൂപയിലേക്ക് ഉയർന്നിട്ടുണ്ട്. ചില്ലറ വിൽപ്പന 70 മുതൽ 80 വരെ എത്തിയതായി റിപ്പോർട്ടുണ്ട്. നാളികേര വികസന ബോർഡിന്റെ വില നിലവാരപ്രകാരം പൊള്ളാച്ചി മാർക്കറ്റിൽ തേങ്ങയ്ക്ക് കിലോഗ്രാമിന് 65 രൂപയാണ് നിലവിലെ വില. വടക്കേ ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി വർദ്ധിച്ചും ഓണക്കാലത്തെ ആവശ്യകതയും വില ഉയരാൻ കാരണമായെന്ന് വ്യാപാരികൾ പറയുന്നു. തേങ്ങാവില ഉയർന്നതോടെ കൊപ്ര വിലയിലും വർധനവുണ്ടായി. കോഴിക്കോട് മാർക്കറ്റിൽ കിലോഗ്രാമിന് 230 രൂപയും കൊച്ചിയിൽ 221 രൂപയുമാണ് ഇപ്പോഴത്തെ കൊപ്ര വില. നേരത്തെ 280 രൂപയായിരുന്നു കൊപ്രായ്ക്ക് വില. പിന്നീട് ഇത് 195 രൂപ വരെ കുറഞ്ഞിരുന്നു. വിലക്കയറ്റം വെളിച്ചെണ്ണയിലേക്കും ബാധിച്ചിരിക്കുകയാണ്. ചെറുകിട മില്ലുകളിലെ വില ഇപ്പോൾ ശരാശരി ലിറ്ററിന് 450 രൂപയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ സപ്ലൈകൂടെ ശബരി വെളിച്ചെണ്ണയ്ക്കും കേര ബ്രാൻഡിനും വില വർദ്ധിപ്പിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നേന്ത്രക്കായ വിൽപ്പന ഉഷാറാണെങ്കിലും ഓണക്കാലത്ത് കാര്യമായ വില ലഭിക്കാത്തത് കർഷകരെ നിരാശരാക്കുന്നു. ഉൽപ്പാദനം വർദ്ധിച്ചതും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്കുള്ള നേന്ത്രക്കായ ഇറക്കുമതിയാണ് കർഷകർക്ക് വിനയായത്. ഇത്തവണയും ഓണവിപണിയിൽ നേന്ത്രക്കായ് വിൽപ്പന ഉഷാറാണ്. 2 ആഴ്ച മുമ്പ് നേന്ത്രക്കായ് വില മൊത്ത വിപണിയിൽ കിലോയ്ക്ക് 30 രൂപ എത്തിയിരുന്നു. ഓണമടുത്തതോടെ കുറച്ചുകൂടി വില ഉയർന്നതായി വ്യാപാരികൾ പറയുന്നു. ചില്ലറ വിപണിയിൽ 50 മുതൽ 65 വരെ രൂപയിൽ നേന്ത്രപ്പഴം ലഭ്യമാണ്. കേരളത്തിൽ ഓണം ആഘോഷിക്കണമെങ്കിൽ നേന്ത്രക്കായ് തമിഴ്നാട്ടിൽ നിന്ന് വരണം. ഇല്ലെങ്കിൽ ഓണസദ്യയിൽ നേന്ത്രക്കായ് വിഭവം ഉണ്ടാകില്ലെന്ന സ്ഥിതിയാണ്. സംസ്ഥാനത്തേക്ക് ആവശ്യമായ നേന്ത്രക്കായുടെ ഭൂരിഭാഗവും എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. പ്രധാനമായും കായെത്തുന്നത് തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയം, സത്യമംഗലം, പുളിയംപെട്ടി മേഖലകളിൽ നിന്നാണ്. ഇതിൽ തന്നെ സത്യമംഗലമാണ് പ്രധാനം. നല്ല നേന്ത്രക്കായാണ് എത്തുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു. ചെറുകായും നേന്ത്രനുമായി പ്രതിദിനം 20-25 ലോഡ് കായ പാലക്കാട്ടെത്തുന്നുണ്ട്. മഴ ശക്തമായതോടെയാണ് ഇപ്പോഴത്തെ ഈ വിലക്കുറവ്. ഓണക്കാലമാകുമ്പോൾ ചില്ലറ വ്യാപാരികൾ 3 ഇരട്ടി വരെ വില കൂട്ടി കായ വാങ്ങാറുണ്ട്. എന്നാൽ നാടൻ നേന്ത്രക്കായ്ക്ക് കടുത്ത ക്ഷാമമാണ്. നാടൻ നേന്ത്രപ്പഴത്തിന്റെ മാധുര്യം മറവിയിലേക്ക് എന്നു തന്നെ പറയാം. വിപണിയിൽ ആവശ്യമായതിന്റെ 5% പോലും നാടൻ കായ ഇപ്പോൾ എത്തുന്നില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരള കൃഷിയുടെ അഭിമാനമാകാൻ ഒരുങ്ങുകയാണ് കുറ്റ്യാടി തെങ്ങ്. ഏകദേശം 100 വർഷത്തിലേറെ ആയുസും കയറ്റുമതി സാധ്യതകളും കൊണ്ടും പ്രശസ്തമായ തെങ്ങിന് GI ടാഗ് ലഭിക്കാൻ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. കേരളക്കരയിൽ തെക്കുവടക്കോളം തെങ്ങുണ്ടെങ്കിലും കുറ്റ്യാടി തെങ്ങിനും തേങ്ങയ്ക്കും പ്രാധാന്യമേറെയാണ്. അതുകൊണ്ട് തന്നെ ഭൗമസൂചിക പദവിയിലേക്ക് എത്തിപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ഈ സവിശേഷമായ തെങ്ങിന് അർഹമായ അംഗീകാരം ലഭിക്കാൻ കാവിലുംപാറ ഗ്രാമപഞ്ചായത്തും പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 3 വർഷം മുമ്പാണ് കാവിലുംപാറ ഗ്രാമപഞ്ചായത്ത് കുറ്റ്യാടി തെങ്ങിന് GI ടാഗ് ലഭിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായി പഞ്ചായത്ത് വാർഷിക ബജറ്റിൽ 3 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. സെൻട്രൽ പ്ലാന്റേഷൻ കോർപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞനാണ് ഭൗമസൂചികയുടെ സാധ്യത ചൂണ്ടിക്കാണിച്ചത്. ദേശീയ അന്തർദേശീയ തലത്തിൽ കുറ്റ്യാടി തേങ്ങ വിപണനം ചെയ്യുന്നതിന് ഈ ടാഗ് കർഷകരെ വളരെയധികം സഹായിക്കും. കുറ്റ്യാടി മേഖലയിൽ കൃഷി ചെയ്യുന്ന ഈ തെങ്ങ് നട്ട 5 വർഷത്തിനുള്ളിൽ വിളവ് നൽകാൻ തുടങ്ങും. ഉയർന്ന വിളവ് നൽകുന്നു എന്നതാണ് ഇതിന്റെ പ്രധാന പ്രത്യേകത. കൂടാതെ തെങ്ങിൻ തടി മറ്റു തെങ്ങുകളെ അപേക്ഷിച്ച് വളരെ ശക്തമാണ്. തേങ്ങയ്ക്ക് വലിപ്പവും ഉള്ളിൽ കട്ടിയും കൂടുതലുള്ളതിനാൽ വെളിച്ചെണ്ണയും കൂടുതൽ ലഭിക്കുന്നു. മിക്ക കീടങ്ങളെയും വരൾച്ചയും പ്രതിരോധിക്കാൻ കഴിവുള്ള കുറ്റ്യാടി തെങ്ങുകൾക്ക് 100-ലധികം ആയുസ്സുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.